ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിപ്പോൾ +1 ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ചാപ്റ്റർ 3 ആയിട്ടുള്ള എൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസിൻ്റെ പാർട്ട് 1ഉം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ടുഡേ വി ആർ ഗോണ ഡിസ്കസ് പാർട്ട് 2 ഓഫ് എൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ്. നമ്മൾ പറഞ്ഞ പോലെ ഇത് ഇത്തിരി ലോങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പം നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാനാണ് പാർട്ടായിട്ട് ചെയ്യുന്നത്. ഇഫ് യു ഹാവ് ഇൻ വാച്ച് പാർട്ട് 1, നിങ്ങളതൊന്ന് പോയി കാണണം, എന്നാലേ നിങ്ങൾക്ക് പാർട്ട് 2 ആയിട്ടുള്ള കണക്ഷൻ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ദ പാർട്ട് 2 ഓഫ് എൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ്. പാർട്ട് 1ൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് കണ്ടത്? ജോയ് തോംസൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീൽ റൈറ്റ് അല്ലേ, അദ്ദേഹം എന്ത് ചെയ്യാണ്, മാഗിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നടക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇനി എന്തായിരിക്കും നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. "Take her to the poorhouse," said a rough man. "Nobody is going to be bothered with her. The poorhouse is a sad place for sick and helpless child," answered one. "For your child or mine," said the other, lightly speaking. "But for this brat, it will prove a blessed change. She will be kept clean, have healthy food, and be doctored, which is more than can be said of her past condition." There was reason in that, but still it didn't satisfy. The day following the day of the death was made the day of burial. A few neighbors were at the miserable hovel, but none followed the cart as it bore the unhonored remains to the paper grave. അങ്ങനെ മാഗിയെ എന്ത് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യന് ആൻസറായിട്ടൊരു റഫ് മാൻ പറയാണ്, ടേക്ക് ഹർ ടു ദ പുവർ ഹൗസ്. ആ കുട്ടിയെ പുവർ ഹൗസിലേക്ക് കൊണ്ടുപോകൂ. വാട്ട് ഈസ് എ പുവർ ഹൗസ്? വളരെ ദരിദ്രരായിട്ടുള്ള, നോക്കാൻ ആരും ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന സ്ഥലമാണ് പുവർ ഹൗസ്. അപ്പോൾ അവിടെയുള്ള വേറൊരാൾ തന്നെ പറയാണ്, അവിടെ പോയി കഴിഞ്ഞാൽ ഈ കുട്ടിയെ നോക്കാൻ ആരും ഉണ്ടാവില്ല. ആൻഡ് ഇറ്റ് ഈസ് എ പ്ലേസ് ഫോർ ദ സിക്ക് ആൻഡ് ഹെൽപ്ലെസ് ചൈൽഡ്. അപ്പം ചോദിക്കുകയാണ്, ഈ ബ്രാറ്റ്, വാട്ട് യു മീൻ ബൈ ബ്രാറ്റ്? വളരെ വികൃതിയായിട്ടുള്ളൊരു കുട്ടി, അല്ലെങ്കിൽ ഒരു കുരുത്തം കെട്ട കുട്ടി, ഈ ലിറ്റിൽ ബ്രാറ്റ്, ഇതിന് ഇതൊക്കെ മതി. ഓക്കെ, ഒന്നുമില്ലെങ്കിലും അവരെന്ത് ചെയ്യും, ഇവരുടെ തുണിയൊക്കെ മാറ്റി ഹെൽത്തി ഫുഡൊക്കെ കൊടുത്ത് ഡോക്ടറിനൊക്കെ ചെയ്യും. സോ വിച്ച് ഈസ് മോർ ബെറ്റർ ദാൻ ഹെർ പാസ്റ്റ് കണ്ടീഷൻ. ഇപ്പോൾ ഉള്ള കണ്ടീഷനേക്കാളും ബെറ്റർ അതാണ്. സോ അതുകൊണ്ട് എടുക്കാം. പക്ഷേ അതെന്താണ്, എല്ലാവരും ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത ഒരു റീസണൊന്നും ആയിരുന്നില്ല. ഈവൻ ദോ അതൊരു നല്ല ഐഡിയ ആയിട്ട് ആർക്കും തോന്നിയിരുന്നില്ല. ബട്ട് സ്റ്റിൽ നൺ ഓഫ് ദം ആർ റെഡി ടു ടേക്ക് ഹർ. അങ്ങനെ അടുത്ത ദിവസം, ഈ ഡെത്ത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ദിവസമാണ് ബ്യൂരിയൽ. ബ്യൂരിയൽ മീൻസ് എന്താണ്, ഈ ചടങ്ങ് കഴിയുന്ന ദിവസം. അപ്പം വളരെ കുറച്ച് നൈബേഴ്സ് എന്താണ്, ആ മിസറബിൾ ആയിട്ടുള്ള ഹോവൽ എന്ന് വെച്ചാൽ അവരുടെ ആ കുടിലേക്ക് വന്നു. ആൻഡ് പക്ഷേ ആരും തന്നെ എന്ത് ചെയ്തില്ല, ഫോളോഡ് ദ കാർട്ട് ആസ് ഇറ്റ് ബോർ ദ അൺഹോണേർഡ് റിമെയിൻസ് ഓഫ് ദ പേപ്പർ ഗ്രേവ്. ആരും ആ വണ്ടി, ഇതിനെന്താണ്, നമ്മളെ ഈ ഒരു ശവം വണ്ടിയിൽ കയറ്റിയിട്ട് അവർ ഈ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരാൾ പോലും അതിനെ ഫോളോ ചെയ്തില്ല. വിച്ച് മീൻസ് ആരും അത്രയും ബഹുമാനം കൊടുത്തില്ല. അൺഹോണേർഡായിട്ടാണ് അതിനെ കണ്ടിട്ടുള്ളത്. Farmer Johns, after the coffin was taken out, placed John in his wagon and drove away, satisfied that he had done his part. Mrs. Ellis spoke to Kate with a hurried air, bid your sister goodbye, and drew the tearful children apart even before their lips had touched in a sobbing farewell. Hastily, others went out, some glancing at Maggie, and some resolutely refraining from a look. Until all had gone, she was alone. അങ്ങനെ ആ കോഫിൻ എന്ന് വെച്ചാൽ എന്താണ്, ശവപ്പെട്ടി, അതെടുത്ത് അത് കൊണ്ടുപോയി കഴിഞ്ഞ ഉടനെ തന്നെ ഫാമർ ജോൺസ് എന്ത് ചെയ്യാണ്, ജോണിനെയും കുട്ടി തൻ്റെ വേഗണിൽ കയറി അവിടുന്ന് പോവുകയാണ്. വേഗൺ മീൻസ് കാളവണ്ടിയാണ്. അതിൽ ജോണിനെ കൊണ്ടുപോവാണ്. അപ്പോൾ തന്നെ അയാൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഓക്കെ ഞാൻ എൻ്റെ പണി ചെയ്തു, ഇനി കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ജോണിനെ കൂട്ടി പോവുകയാണ്. മിസ്സിസ് എലിസ് അപ്പം തന്നെ കേറ്റിനോട് പറയാണ്, നീ നിൻ്റെ മറ്റേ സിസ്റ്റർ ഉണ്ടല്ലോ, അവളോട് പെട്ടെന്ന് തന്നെ ഗുഡ് ബൈ പറഞ്ഞിട്ട് എൻ്റെ കൂടെ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് അവളെയും കൊണ്ടുപോവാണ്. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യാണ്, പോവാണ്. ആൻഡ് ദിസ് ലിറ്റിൽ പുവർ മാഗി ഈസ് ഓൾ അലോൺ. കട്ടിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത മാഗി അവിടെ ഒറ്റയ്ക്കാവുകയാണ്. യു ജസ്റ്റ് ഇമാജിൻ ഹൗ ഇമോഷണൽ ദാറ്റ് സീൻ ഈസ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടനും ചേച്ചിയും ഒക്കെ പോയി. ആൻഡ് ദിസ് ലിറ്റിൽ ഗേൾ, ഷീ ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് സ്റ്റാൻഡിങ് അപ്പ്. എണീറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. ഷീ ഈസ് ബെഡ് റിഡൺ, കട്ടിലിൽ കിടക്കുകയാണ്. ആ സമയത്ത് അമ്മ മരിച്ചു ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരെയും കൊണ്ടുപോവാണ്.
ഈ മാഗിയെ കൊണ്ട് ഉപയോഗമൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് ഉപേക്ഷിക്കുകയാണ്. ജസ്റ്റ് ഇമാജിൻ ഹൗ മച്ച് സാഡ്നെസ് ഓർ ഹൗ മച്ച് പതറ്റിക് ദാറ്റ് കണ്ടീഷൻ ഈസ്. നിങ്ങൾ എത്ര പേര് ആകാശദൂത് സിനിമ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇഫ് യു ഹാവ് ഇൻ വാച്ച് ഇറ്റ്, യു ക്യാൻ വാച്ച് ദാറ്റ്. ഇറ്റ് ഇസ് വെരി റിലേറ്റബിൾ ഫോർ ദ സ്റ്റോറി ആൻഡ് വളരെയധികം റിലേറ്റബിളാണ്. മലയാളത്തിൽ പണ്ടത്തെ ഒരു മൂവിയാണ് ആകാശദൂത്. മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ സെയിം സ്റ്റോറിയാണ് ഇതുവരെ നടന്ന കാര്യങ്ങളിൽ അതിൽ പറയുന്നത്. Just beyond the threshold, Joy Thompson, the wheelwright, paused and said to the blacksmith's wife, who was hastening off with the rest, "It's a cruel thing to leave her so." "Then take her to the poorhouse. She'll have to go there," answered the blacksmith's wife, springing away and leaving Joy behind. For a little while the man stood with a puzzled air. Then he turned back and went to the hovel again. Maggie, with painful effort, had raised herself to an upright position and was sitting on the bed, straining her eyes upon the door out of which all had just departed. A vague terror had come into her thin white face. "Oh, Mr. Thompson," she cried out, catching her suspended breath, "don't leave me here all alone." എല്ലാവരും ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കുട്ടികളെയൊക്കെ കൊണ്ട് പോവുകയാണ് മാഗി ഒറ്റയ്ക്കാക്കിയിട്ട്. അപ്പോഴാണ് ജോയ് തോംസൺ എന്ന് പറഞ്ഞൊരാൾ അവിടെ ഉണ്ട്. ആൻഡ് ഹീസ് എ വീൽ റൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ചക്രങ്ങളൊക്കെ നന്നാക്കുന്ന അങ്ങനത്തെ ഒരു ജോലി ചെയ്യുന്ന ആളാണ്. അയാൾ എന്ത് ചെയ്യാണ്, അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബ്ലാക്ക് സ്മിത്തിൻ്റെ വൈഫിനോട് പറയാണ്. ബ്ലാക്ക് സ്മിത്ത് ഇസ് എ കൊല്ലൻ അല്ലേ, ഈ അയൺ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ബ്ലാക്ക് സ്മിത്തിൻ്റെ വൈഫിനോട് പറയാണ്, എല്ലാവരും ഇങ്ങനെ തിരക്കിട്ട് പോകുമ്പം ഇവരെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഈ കുട്ടി ഇവിടെ ഒറ്റയ്ക്കാക്കി പോകുന്നത് വളരെ ക്രൂവലായിട്ടുള്ളൊരു ആക്റ്റാണ്. അപ്പോൾ ആ ബ്ലാക്ക് സ്മിത്തിൻ്റെ വൈഫ് പറയാണ്, "ഓക്കെ, ദെൻ ടേക്ക് ഹർ ടു ദ പൂർ ഹൗസ്. എന്നാൽ പിന്നെ നിങ്ങൾ അവരെ കൊണ്ട് പൂർ ഹൗസിലാക്ക്, ആ കുട്ടി അവിടെ ജീവിക്കട്ടെ." അതും പറഞ്ഞ് അവരും എന്ത് ചെയ്യാണ്, ബാക്കിയുള്ളവരുടെ കൂടെ ഹേസ്ലി വളരെ തിരക്കോടെ ഓടിപ്പോവുകയാണ്. കുറച്ച് നേരം ജോയ് തോംസൺ അവിടെ പസിൽഡായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ആ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്, തിരിച്ച് ഉള്ളിലേക്ക് കയറി പോവാണ്. എന്നിട്ടോ ആ ഹാൾ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ ആ കുടിലിൻ്റെ അകത്തേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും ഈ മാഗി വളരെയധികം കഷ്ടപ്പെട്ട് പെയിൻഫുൾ എഫേർട്ടിലൂടെ ചാരി ഇരിക്കുകയാണ്. കിടക്കുന്നിടത്ത് നിന്ന് മെല്ലെ ഒന്ന് എണീറ്റ് ഹാഫ് അപ്രൈറ്റ് പൊസിഷനിൽ ഇരിക്കുകയാണ് ബെഡിൽ. അവളുടെ കണ്ണൊക്കെ വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ്. അവൾ ആ ഡോറിൻ്റെ അടുത്തേക്ക്, എല്ലാവരും അവൾ ഉപേക്ഷിച്ച് പോയ വാതിലിൻ്റെ അടുത്തേക്ക് കണ്ണും നട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് തോംസൺ വരുന്നത്. അപ്പം തന്നെ മാഗി പറയാണ്, "ഓ മിസ്റ്റർ തോംസൺ." അവൾ കരഞ്ഞുകൊണ്ട് പറയാണ്, "എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കല്ലേ, ഡോണ്ട് ലീവ് മീ ഹിയർ ഓൾ അലോൺ." Though rough in exterior, Joy Thompson, the wheelwright, had a heart. It is very tender in some places. He liked children and was pleased to have them come to his shop, where sleds and wagons were made or mended for the village lads free of charge. "No, dear," he answered in a kind voice, going to the bed and stooping down over the child. "You shall not be left here alone." Then he wrapped her with the gentleness almost of a woman in the clean bedclothes which some neighbor had brought, and lifting her in his strong arms, bore her out into the air and across the field that lay between the oval and his home. So rough in exterior, പുറമേ ഭയങ്കര റഫാണെങ്കിലും ജോയ് തോംസൺ എപ്പോഴും ഒരു കൈൻഡായിട്ടുള്ള ഹാർട്ട് ഉണ്ടായിരുന്നു. വെരി ടെൻഡർ ആയിട്ടുള്ള ഒരു പ്ലേസ് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ആൻഡ് ഹി ലൈക്ക് ചിൽഡ്രൻ, കുട്ടികളെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ അദ്ദേഹം ഈ വീൽ റൈറ്റാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഈ വീലുണ്ടാക്കുകയും വണ്ടികളുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കടയിൽ വരുന്നത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ആൻഡ് സ്ലഡ്സ് ആൻഡ് വാഗൺസ് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലേ, സ്ലഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇംഗ്ലീഷ് മൂവീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മഞ്ഞുള്ള സമയത്ത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു വെഹിക്കിളാണ്. ഞാനിതാ ഇവിടെ അതിൻ്റെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേഗൻ എന്ന് വെച്ചാൽ എന്താണ്, കാളവണ്ടിയാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, പക്ഷേ ചക്രമുള്ള 4 ചക്രമുള്ള കാളവണ്ടിയാണ് വേഗൻ. അതൊക്കെ ഉണ്ടാക്കുമ്പോഴും കുട്ടികൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് എപ്പോഴും ഇഷ്ടമായിരുന്നു. മാത്രമല്ല അദ്ദേഹം ചിലപ്പോഴൊക്കെ ഫ്രീ ഓഫ് ചാർജ്, കോസ്റ്റ് പോലും നോക്കാതെയാണ് ഈ വില്ലേജേഴ്സിനൊക്കെ ഇതുണ്ടാക്കി കൊടുത്തിരുന്നത്. പിന്നെ അദ്ദേഹം പറയാണ്, "എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോവല്ലേ" എന്ന് മാഗി പറഞ്ഞപ്പോൾ, "നോ ഡിയർ, നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കി പോവില്ല" എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ ഇങ്ങനെ സ്റ്റൂപ്പ് ചെയ്ത് കോരിയെടുക്കുകയാണ്. എങ്ങനെ, വലിയ നല്ല ഒരു ബെഡ്ഷീറ്റിൽ, ഏതോ ആൾക്കാർ അവിടെ വന്ന ഏതോ ഒരു നൈബർ കൊടുത്ത ക്ലീനായൊരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ്
അവളെ തൻ്റെ കൈകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഹീസ് വർക്കിംഗ് ആസ് എ വീൽ റൈറ്റ്. അപ്പോൾ എന്താണ്, അങ്ങനെ പണിയൊക്കെ എടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ ചെറിയ കുട്ടിയെ അദ്ദേഹം എടുത്തിട്ട് എവിടേക്ക്, ഈ കുടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, ഹോമിലേക്ക് കൊണ്ടുപോവാണ്. Now, Joy Thompson's wife, who happened to be childless, was not a woman of sanity temper, nor much given to self-denial for others' good, and Joy had well-grounded doubts touching the manner of greeting he should receive on his arrival. Mrs. Thompson saw him approaching from the window and met him a few paces from the door. As he opened the garden gate and came in, he bore a precious burden and he felt it to be so. As his arm held the sick child to his bosom, a sphere of tenderness went out from her and penetrated his feeling. A bond had already corded itself around them both, and love was springing into them. അങ്ങനെ നമ്മുടെ ജോയ് തോംസൺ മേഗിയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആൻഡ് ദർ കംസ് ജോയ് തോംസൺസ് വൈഫ്. അവിടെ ജോയ് തോംസണിൻ്റെ ഭാര്യയുണ്ട്. ഷീ ഈസ് നോട്ട് ലൈക്ക് ജോയ് തോംസൺ പോലെയല്ല. ആൻഡ് ഷീ ഈസ് നോട്ട് എ സെയിൻലി ടെമ്പർ. അങ്ങനെ ബാക്കിയുള്ളവരോട് സഹായിക്കണമെന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് കരുണ കാണിക്കണമെന്നൊന്നും അത്രയ്ക്ക് ആഗ്രഹമില്ലാത്ത ഒരാളാണ്. ബട്ട് ഷീ ഈസ് ഹാപ്പൻ ടു ബി ചൈൽഡ്ലെസ്. ഇവർക്ക് എന്താണ്, കുട്ടികളില്ല. മേ ബി അതുകൊണ്ടായിരിക്കും ജോയ് തോംസന് കുട്ടികളെ ഒരുപാട് ഇഷ്ടം. ഇവർക്ക് സ്വന്തമായിട്ട് കുട്ടികളില്ല. അപ്പം ഹീ ഈസ് ഹാവിങ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. എങ്ങനെയായിരിക്കും ഭാര്യ മാഗിയെ കണ്ടാൽ റിയാക്ട് ചെയ്യുക, പ്രശ്നമാവോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ആയിട്ടാണ് ജോയ് തോംസൺ ഈ കുട്ടിയും കൊണ്ട് പോകുന്നത്. അങ്ങനെ അവർ വന്ന് ഗാർഡൻ്റെ ഗേറ്റ് തുറന്നു. അകത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഹീ ഈസ് ഫീലിംഗ് ദാറ്റ് ഹീ ഈസ് ക്യാരിയിങ് എ പ്രഷ്യസ് ബേർഡൻ. വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ളൊരു ബേർഡനാണ് അദ്ദേഹം ക്യാരി ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. ആൻഡ് ബൈ ദിസ് ടൈം, ഈ സമയത്തോട് തന്നെ മാഗിയും തോംസണും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടാവുകയാണ്. ആൻഡ് ഹീ ഈസ് ഫീലിംഗ് ദാറ്റ് ഹീ ഈസ് ഡൂയിങ് സംതിങ് ഗുഡ് ആൻഡ് ദിസ് ലിറ്റിൽ ഗേൾ ഈസ് സംതിങ് പ്രഷ്യസ് എന്നുള്ളൊരു തോന്നൽ ആർക്ക് വരികയാണ്, ജോയ് തോംസന് തോന്നുകയാണ്. ആൻഡ് ദർ ഈസ് എ ബോണ്ട് ദാറ്റ് കോഡഡ് ബിറ്റ്വീൻ ദെൻ. അവരുടെ ഇടയിൽ ഒരു ബോണ്ട് ഉണ്ടാവുകയാണ്. ദാറ്റ് ഈസ് ഓഫ് ലവ്. വളരെയധികം സ്നേഹം തോന്നുന്ന രീതിയിലുള്ള ഒരു ബോണ്ട് ഇവർ രണ്ടുപേരുടെ ഇടയിൽ, ടെൻഡറായിട്ടുള്ളൊരു ബോണ്ട് ഷേപ്പ് ചെയ്യാണ്. "What have you there?" sharply questioned Mrs. Thompson. Joy felt the child start and shrink against him. He did not reply, except by a look that was pleading and cautionary, that said, "Wait a moment for explanations and be gentle," and passing in, carried Maggie to the small chamber on the first floor and laid her on a bed. ജോയ് തോംസണും കുട്ടിയും കൂടെ വരുന്നത് കണ്ടപ്പോൾ എന്താണ് മിസ്സസ് തോംസൺ ചോദിക്കുന്നത്? "വാട്ട് ഹാവ് യു ദർ?" ഇതെന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? ആൻഡ് അത് കേട്ടപാട് മാഗിക്ക് പേടിച്ചിട്ട് മാഗി എന്താണ്, ഇദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതാണല്ലേ. ബോസം നമ്മൾ നേരത്തെ പറഞ്ഞു, അയാൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചതാണ് ഈ കുട്ടിയെ. അപ്പോൾ ആ കുട്ടി വാസ് ഷ്രിങ്കിങ്, ഇങ്ങനെ ചുരുങ്ങിയിട്ട് പേടിച്ചിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തോംസൺ പറയാണ്, "ജസ്റ്റ് ഗിവ് മീ സം ടൈം, എനിക്ക് കുറച്ച് സമയം തരൂ." എന്നിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഫ്ലോറിലുള്ള ആ ഒരു ലിറ്റിൽ ചേംബറിൽ കിടത്തുകയാണ്. അതേപോലെ മേഗിക്ക് പേടിയാവുന്നത് മനസ്സിലായതുകൊണ്ടായിരിക്കും തോംസൺ പറയുന്നുണ്ട്, "വെയിറ്റ് എ മൊമെൻറ്റ് ഫോർ എക്സ്പ്ലനേഷൻ, ഞാൻ നിനക്ക് വേണ്ട എക്സ്പ്ലനേഷൻ ഒക്കെ തരാം. ആൻഡ് ഓൾസോ ബി ജെൻറ്റിൽ, കുറച്ച് സൗമ്യമായിട്ട് പെരുമാറണം. എന്താണ്, ഈ കുട്ടിയെ പേടിപ്പിക്കരുത് അല്ലേ." അതും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് റൂമിൽ കിടത്തുകയാണ്. Then, stepping back, she shut the door and stood face to face with the vinegar-tempered wife in the passageway outside. "You haven't brought home that sick brat." Anger and astonishment were in the tones of Mrs. Joy Thompson. Her face was in a flame. "I think women's hearts are sometimes very hard," Joy said. Usually, Joy Thompson got out of his wife's way, or keep rigidly silent and non-combative when she fired up on any subject. It was with surprise, therefore, that she now encountered a firmly set, countenance and resolute pair of eyes. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? കുട്ടിയെ കൊണ്ടുപോയി ആ ചേംബറിൽ കിടത്തിയതിന് ശേഷം ജോയ് തോംസൺ ഷട്ട് ദ ഡോർ എന്താണ്, അടച്ചു. എന്നിട്ട് അവിടെ വളരെയധികം ദേഷ്യത്തോട് നിൽക്കുന്ന ഭാര്യയുടെ അടുത്തേക്ക് പോയി ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. ആ പാസേജ് വേയിൽ, അവരുടെ ഇടനാഴിയിൽ അല്ലെങ്കിൽ ആ ഒരു വഴിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഭാര്യ ചോദിക്കുകയാണ്, "നിങ്ങൾ എന്തിനാണ്
ആ സിക്കായിട്ടുള്ള ബ്രാറ്റ്, ആ വൃത്തികെട്ട അസുഖമുള്ള കുട്ടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? വളരെയധികം ദേഷ്യത്തോടെയാണ് ആര് ചോദിക്കുന്നത്? ആസ്റ്റോണിഷ്മെൻറ്റ്, അത്ഭുതത്തോടെയും ദേഷ്യത്തോടെയാണ് ഇവിടെ ഭാര്യ ചോദിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ജോയ് തോംസൺ പറയാണ്, ഐ തിങ്ക് വിമൻ ഹാർട്ട് ആർ സം ടൈംസ് വെരി ഹാർഡ്. എനിക്ക് തോന്നുന്നത് വിമനിൻ്റെ, സ്ത്രീകളുടെ ഹൃദയമാണ് ഏറ്റവും കഠിനമായത്, അല്ലെങ്കിൽ ഏറ്റവും ഹാർഡായിട്ടുള്ളത്. കാരണം വേറെ ആരാണെങ്കിലും ആരും ഇല്ലാത്തൊരു കുട്ടീനെ പറ്റി ഇങ്ങനെ ചോദിക്കുമോ? ഇല്ല. യൂഷ്വലി ജോയ് തോംസൺ എന്ത് ചെയ്യാറില്ല, ഭാര്യയായിട്ട് അങ്ങനെ അടിയുണ്ടാക്കാറില്ല, അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ ആ സബ്ജക്റ്റിനെതിരെ നിന്ന് സംസാരിക്കാറില്ല. പക്ഷേ സർപ്രൈസിംഗ്ലി ഈ പ്രാവശ്യം എന്താണ്, അവിടെ ഒരു എൻകൗണ്ടർ, ഒരു വഴക്കുണ്ടാവുകയാണ്. ആൻഡ് അവരെന്താണ്, ഒരു വാട്ട് യു മീൻ ബൈ കൗണ്ടനൻസ്, ഒരു ഫേഷ്യൽ എക്സ്പ്രഷനോടുകൂടി റെസല്യൂട്ടായിട്ടുള്ള പെയർ ഐസോട് കൂടിയിട്ട് അവർ ആ പാസേജ് വേയിൽ നിൽക്കുകയാണ്. Women's heart are not half so hard as men. Joe saw by a quick intuition that his resolute bearing had impressed his wife, and he answered quickly and with real indignation, be that as it may, every woman at the funeral turned her eyes steadily from the sick child's face, and when the cart went off with her dead mother, hurried away and left her alone in that old hut, with the sun not an hour in the sky. Where were John and Kate? asked Mrs. Thompson. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മിസ്റ്റർ തോംസണും മിസ്സിസ് തോംസണും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അപ്പം മിസ്റ്റർ തോംസൺ പറഞ്ഞിരുന്നു അല്ലേ, വിമൻ ഹാർട്ട് ആർ വെരി ഹാർഡ്, വിമൻ്റെ ഹാർട്ട് ഭയങ്കര ഹാർഡാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് മിസ്സിസ് തോംസൺ പറയാണ്, വിമൻ ഹാർട്ട് ആർ നോട്ട് ഹാഫ് സോ ഹാർഡ് ആസ് മെൻ. അല്ല, അങ്ങനെയല്ല, വിമൻ്റെ ഹാർട്ട് അങ്ങനെ ഹാർഡല്ല എന്നുള്ള രീതിയിലാണ് മിസ്സിസ് തോംസൺ പറയുന്നത്. എന്നിട്ട് അപ്പോൾ ഈ ജോയ് തോംസന് തോന്നുകയാണ്, മേ ബി അദ്ദേഹത്തിൻ്റെ ഈ ക്യുക്കായിട്ടുള്ള ഈ ഒരു തീരുമാനത്തിൽ, ഈ ഒരു ഇൻഡ്യൂഷനിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇംപ്രസ് ആയിട്ടുണ്ട്. ആൻഡ് നൗ ഷീ ഈസ് നോട്ട് ദാറ്റ് സ്റ്റബോൺ, അത്രയും സ്റ്റബോൺ ആയിട്ടല്ല നിൽക്കുന്നത്. മേ ബി ഷീ അണ്ടർസ്റ്റുഡ്, എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടാവും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ ജോയ് തോംസൺ പറയാണ്, അത്രയും വിമൻ അവിടെ ഉണ്ടായിരുന്നിട്ടും ഒരാൾ പോലും ഈ സിക്ക് ചൈൽഡിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. അവരുടെ അമ്മയുടെ ഫ്യൂണറൽ കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ കാർട്ട് പോയ ഉടനെ തന്നെ അവിടുന്ന് പോവുകയാണ്. എങ്ങനെ? ഈ ചെറിയ ഈ ലിറ്റിൽ ഗേളിനെ അവിടെ ആ ഒരു ഓൾഡ് ഹട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട്, അതും വിത്ത് ദ സൺ നോട്ട് ആൻ അവർ ഇൻ ദ സ്കൈ. സൂര്യൻ അസ്തമിക്കാൻ ഒരു മണിക്കൂർ പോലും ഇല്ല, അത് കഴിഞ്ഞാൽ എന്താ, ഫുള്ള് ഇരുട്ടായില്ലേ. അപ്പോൾ ആ ഒരു ഇരുട്ടത്ത് പോലും ഈ കുട്ടിയെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് അവിടെയുള്ള എല്ലാ വിമനും പോയത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് മിസ്സസ് തോംസൺ ചോദിക്കുകയാണ്, ഓഹോ അങ്ങനെയാണെങ്കിൽ ജോണും കേറ്റും എവിടെ? അവരെവിടെ പോയി? വേർ ജോൺ ആൻഡ് കേറ്റ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാലേ, അവർ രണ്ടുപേരും ഹെൽത്തി ആയിരുന്നു. അതുപോലെ തന്നെ അവർ രണ്ടുപേരും ആർ നോട്ട് സിക്ക്, അവർക്ക് അസുഖങ്ങളോ ഇതുപോലത്തെ ഡിസീസസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ രണ്ടുപേരും അവരെ കൊണ്ടുപോയി. മിസ്സസ് എല്ലിസും കൊണ്ടുപോയി, അതുപോലെ തന്നെ ഫാർമറും കൊണ്ടുപോയി. Farmer John tossed John into his wagon and drove off. Katie went home with Mrs. Ellis, but nobody wanted the poor sick one. Send her to the poorhouse, was the cry. Why didn't you let her go then? What did you bring her here for? She can't walk to the poorhouse, said Joe. Somebody's arm must carry her, and mine are strong enough for that task. Then why didn't you keep on? Why did you stop here? Demanded the wife. Because I am not apt to go on fool's errands. The guardian must first be seen and permit obtained. ഓക്കെ, മിസ്സസ് തോംസൺ ചോദിക്കുകയാണല്ലേ, കേറ്റിനെയും അതുപോലെ തന്നെ ജോണിനെയും എന്ത് ചെയ്തു എന്ന്. അപ്പോൾ പറയാണ്, ഫ്യൂണറൽ കഴിഞ്ഞ പാട് തന്നെ ഫാമർ ജോൺസ് എന്ത് ചെയ്തു, ജോണിനെ വേഗനിൽ കയറ്റിയിട്ട് ഡ്രോവ് ഓഫ് കൊണ്ടുപോയി. പിന്നെ കേറ്റിനെ ആണെങ്കിൽ മിസ്സസ് എലിസ് വീട്ടിൽ കൊണ്ടുപോയി. ബട്ട് നോബഡി വാണ്ടഡ് ദിസ് പൂവർ സിക്ക്, ആർക്കും ഈ വയ്യാത്ത കുട്ടിയെ വേണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒപ്പീനിയൻ, ലൈക്ക് എവ്രി വൺ വാസ് ക്രൈയിങ് ദാറ്റ് സെൻഡ് ഹർ ടു ദ പുവർ ഹൗസ്, അവളെ ആ പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലത്തേക്ക്, ആരുമില്ലാത്തവരെ കൊണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ആക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ വീണ്ടും മിസ്സസ് തോംസൺ ഭാര്യ ചോദിക്കുകയാണ്, വൈ ഡിഡ് യു ലെറ്റ് ഹർ ഗോ? പിന്നെന്താ നിങ്ങൾ അവളെ പോകാൻ സമ്മതിക്കാഞ്ഞത്? നിങ്ങൾക്ക് അവളെ കൊണ്ടുപോയി ആക്കിക്കൂടായിരുന്നോ? അപ്പോൾ പറയാണ്, അവളെങ്ങനെ ഒറ്റയ്ക്ക് പോവും? അവൾക്ക് നടക്കാൻ കഴിയില്ല. ഷീ കാൻ വാക്ക് ആൻഡ് സംബഡി മസ്റ്റ് ക്യാരി ഹെർ, ആരെങ്കിലും അവളെ എടുത്തുകൊണ്ട് പോകണം. അതിനെന്താണ്, എന്നെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ആരെങ്കിലും വേണം. പിന്നെ എന്തിനാണ് നിങ്ങൾ
നിന്നത്? എന്തുകൊണ്ട് നിങ്ങൾ അവിടം വരെ പോയില്ല എന്ന് ചോദിക്കുമ്പം നമ്മുടെ മിസ്റ്റർ തോംസൺ ലോജിക്കലി ചിന്തിച്ചിട്ടൊരു ആൻസർ പറയാണ്. എന്താണ്? ഞാൻ അത്രയും ഫൂളല്ല. ഇവരൊക്കെ പറയുന്നത് കേട്ട് ഓരോന്ന് ചെയ്യാൻ അല്ലെങ്കിൽ ഓടാൻ ഞാൻ ഫൂളല്ല. അങ്ങനെ അങ്ങോട്ട് പൂർ ഹൗസിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം അവിടുത്തെ ഗാർഡിയനെ കാണണം, അവിടുത്തെ അധികാരികളെ കാണണം. ഇങ്ങനെയൊരു കുട്ടിയുണ്ട്, അതിനെ കൊണ്ടുവരണം എന്ന് പറയണം, എന്നിട്ട് പെർമിഷൻ കിട്ടണം, എന്നാൽ മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയണം. There was no gainsaying this. When will you see the guardians? Was asked with irrepressible impatience. Tomorrow. Why put it off till tomorrow? Go at once for the permit and get the whole thing off your hands tonight. Jane, said the wheelwright, with an impressiveness of tone that greatly subdued his wife. I read in the Bible sometimes and find much about the little children. There was no gainsaying this. അതിനെതിരെ പറയാൻ, ഗെയിൻസെയിനിങ് എന്ന് വെച്ചാൽ എന്താണ്? അതിനെ എതിർത്ത് പറയാൻ, അതിനെ കോൺട്രഡിക്ടറി ആയിട്ട് പറയാൻ അവിടെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചോദിക്കുകയാണ്, എപ്പോഴാണ് നിങ്ങൾ ആ ഗാർഡിയനെ പോയി കാണുന്നത്? ഇറപ്രസിബിൾ ഇംപേഷ്യൻസ് എന്ന് വെച്ചാൽ പിടിച്ചു വെക്കാൻ പറ്റാത്ത അത്രയും ഇംപേഷ്യൻ്റായിട്ട്, ഒട്ടും ക്ഷമയില്ലാതെ ഈ വൈഫ് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴാണ് പോയിട്ട് ആ ഗാർഡിയനെ കാണുന്നത്? അപ്പം നമ്മുടെ തോംസൺ പറയാണ് ടുമോറോ. അപ്പോൾ ചോദിക്കുകയാണ്, വൈ ടുമോറോ? എന്തിനിത് നാളേക്ക് വരെ നീട്ടുന്നത്? യു ഷുഡ് ഹാവ് ഗോൺ ടുഡേ. നിനക്ക് ഇന്ന് തന്നെ പോയിക്കൂടെ? എന്തിനിത് നാളെ വരെ നീട്ടി വെക്കണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ തോംസണ് ദേഷ്യം പിടിക്കുകയാണ്. ആൻഡ് ഹി വാസ് സെയിങ്, ഓക്കെ, ജെയിൻ ഇസ് ദ നെയിം ഓഫ് ദ മിസ്സസ് തോംസൺ. മിസ്സസ് തോംസൻ്റെ പേരാണ് ജെയിൻ. ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, എന്ത്, കുഞ്ഞു കുട്ടികൾക്ക്, ലിറ്റിൽ ചിൽഡ്രന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓക്കെ, നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പാടില്ല, ദ്രോഹിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇവിടെ തോംസൺ പറയാണ്. Look at her kindly, Jane. Speak to her kindly, said Joe. Think of her dead mother and the loneliness, the pain, the sorrow that must be on all her coming life. The softness of his heart gave unwonted eloquence to his lips. Mrs. Thompson did not reply, but presently turned towards the little chamber where her husband had deposited Maggie, and pushing open the door, went quietly in. Joe did not follow. He saw that her state had changed, and felt that it would be best to leave her alone with the child. So he went to his shop, which stood near the house, and worked until dusky evening released him from labor. So yeah, ഇവിടെ എന്താണ് പറയുന്നത്? മിസ്റ്റർ തോംസൺ മിസ്സിസ് തോംസണോട് പറയാണ്, ലുക്ക് അറ്റ് ഹർ കൈൻഡ്ലി ജെയിൻ. നീ അവളെ ഒന്ന് കൈൻഡായിട്ട് നോക്കൂ. ആൻഡ് തിങ്ക് ഓഫ് ഹർ ഡെഡ് മദർ. അവളുടെ മരിച്ചുപോയ അമ്മയെക്കുറിച്ചൊന്ന് ആലോചിക്കൂ. ദ ലോൺലിനെസ്, ഒറ്റപ്പെടൽ, ദ പെയിൻ, വേദന, ആൻഡ് ദ സോറോ, സങ്കടം. എങ്ങനെ? ദാറ്റ് മസ്റ്റ് ബി ഓൺ ഓൾ ഹർ കമ്മിങ് ലൈഫ്. ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന അവളുടെ ജീവിതത്തിലുള്ള വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളും പെയിനും ഒക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവൾക്കിനി ആരുമില്ല. ആൻഡ് ദ സോഫ്റ്റ്നെസ് ഓഫ് ഹിസ് ഹാർട്ട്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ഒരു സോഫ്റ്റ്നെസ് എന്താണ്? അദ്ദേഹത്തിൻ്റെ ലിപ്സിലൂടെ ഫ്ലുവൻ്റായിട്ട്, എലക്വൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലുവൻ്റായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം, അപ്പോൾ എന്ത് ചെയ്തില്ല? മിസ്സിസ് തോംസൺ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. ആൻഡ് ഷീ ഡയറക്ട്ലി വെൻ ടു ദ ചേംബർ. നേരെ എന്ത് ചെയ്തു? ആ ചേംബറിലേക്ക് പോയി. ഹീ ഡെപ്പോസിറ്റഡ് മാഗി. ഡെപ്പോസിറ്റ് ചെയ്യുന്ന വെച്ചാൽ അവിടെ കൊണ്ടുവച്ച മാഗീനെ കൊണ്ട് ഇരുത്തി ആ റൂമിലേക്ക് പോവുകയാണ്. ആൻഡ് അപ്പം തന്നെ തോംസണ് മനസ്സിലായി, ഇപ്പോൾ മിസ്സിസ് തോംസന് ചെറിയൊരു ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. മേ ബി ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, തോംസൺ ഉള്ളിലേക്ക് പോകുന്നില്ല. തോംസൺ നേരെ തൊട്ടപ്പുറത്തുള്ള തൻ്റെ ഷോപ്പിലേക്ക് പോവാണ്. വി നോ റൈറ്റ് ഹിസ് ജോബ് എന്താണെന്ന് നമുക്കറിയാം. സോ ഹിസ് ഷോപ്പ് ഈസ് നിയർ ബൈ ഹിസ് ഹോം. സോ ഹീസ് ഗോയിങ് ദർ ആൻഡ് ഹീസ് വർക്കിംഗ് ദർ. എങ്ങനെ? ഡസ്കി ഈവനിങ് ആവുന്നത് വരെ, ഇരുട്ടാവുന്ന വരെ, നല്ല സന്ധ്യ ആവുന്നത് വരെ, അദ്ദേഹത്തിൻ്റെ പണികളെല്ലാം തീരുന്നത് വരെ അദ്ദേഹം എന്ത് ചെയ്യാണ്? തൊട്ടടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ പോയിട്ട് വീൽ റൈറ്റിങ്ങും ബാക്കി പരിപാടികളൊക്കെ ചെയ്യുകയാണ്. A light shining through the little chamber window was the first object that attracted Joe's attention on turning towards the house. It was a good omen. The path led him by these windows, and when opposite, he couldn't help pausing to look in.
It was now dark enough outside to screen him from observation. Maggie lay a little raised on the pillow with the lamp shining full upon her face. Mrs. Thompson was sitting by the bed, talking to the child, but her back was toward the window, so that her countenance was not seen. From Maggie's face, therefore, Joy must read the character of their conversation. എഗെയിൻ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു മിസ്റ്റർ തോംസൺ പുറത്ത് പോയിട്ട് അവരുടെ ഷോപ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് സംതിങ് വാസ് അട്രാക്റ്റിംഗ് ഹിം. പെട്ടെന്ന് എന്തോ ഒരു ലൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. നോക്കുമ്പോൾ എവിടെ നിന്നാ ഈ ലിറ്റിൽ ചേംബറിൽ നിന്നാണ് ഇവിടെ മാഗീനെ കിടത്തിയത്. പുറത്തൊക്കെ ഭയങ്കര ഡാർക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വെളിച്ചം വരുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ ആർക്ക് കഴിയുന്നില്ല, മിസ്റ്റർ തോംസന് കഴിയുന്നില്ല. സോ ഹി വാസ് ലൈക്ക് ഓക്കെ ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക്, അവിടെ പോയിട്ട് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ തോംസൺ ആ വിൻഡോൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്താ കാണുന്നത്, മാഗി കിടക്കുകയാണ് എ ലിറ്റിൽ റേസ്ഡ് ഓൺ ദ പില്ലോ. 2-3 തലോണിയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് വെച്ചിട്ട് കുറച്ച് റേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാഗീനെ. ആൻഡ് ആ ബെഡിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്ത് ചെയ്യാനുണ്ട്, നമ്മുടെ ജെയിൻ ഹൂ ഈസ് ദിസ് മിസ്സസ് തോംസൺ ഭാര്യ ജെയിൻ ഇരിക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ ടോക്കിംഗ്, അവരെന്തോ ഒരു കോൺവെർസേഷനിലാണ്. അവിടെ ഒരു ലാമ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ ലാമ്പിൻ്റെ വെളിച്ചം കൊണ്ട് മാഗിയുടെ മുഖം ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. മാഗിയുടെ മുഖത്തേക്കാണ് ആ വെളിച്ചം അടിക്കുന്നത്. ആൻഡ് ഇവരുടെ ബാക്കാണ് കാണുന്നത്, വൈഫിൻ്റെ ബാക്കാണ് കാണുന്നത്. സോ ഹി കാൻ റീഡ് ദ കൗണ്ടിനൻസ് എന്ന് വെച്ചാൽ എന്താണ്, മുഖഭാവം, എക്സ്പ്രഷൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ബട്ട് ഫ്രം ദ ക്യാരക്ടർ ഓഫ് ദെയർ കോൺവെർസേഷൻ മാഗിയുടെ ഫേസിൽ നിന്ന് അവർക്ക് മനസ്സിലാവുകയാണ് എന്താണ് ആ കോൺവെർസേഷൻ നടക്കുന്നത് എന്നത്. അപ്പോൾ അത്രയാണ് ഈ പാർട്ട് 2-ൽ സംഭവിക്കുന്നത്. ഇനി എന്താണ്, കുറച്ചുകൂടെ സ്റ്റോറി ബാക്കിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് പാർട്ട് 3-ൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്നൊക്കെ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ആൻഡ് ഓൾസോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഐ വിൽ ബി ആൻസറിങ് ദാറ്റ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാർട്ട് 3 ഉടനെ വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യേണ്ടതാണ്. Thank you all. Thank you so much for watching. Stay tuned for the part 3.